ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിൻ്റെ മലയാളം 11ാമത്തെ യൂണിറ്റായ പോം പോം വണ്ടി എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ? കൂട്ടുകാർ ആ ചിത്രത്തിലേക്ക് നോക്കിക്കേ. കാട്ടിൽ കുറച്ച് മൃഗങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട്. എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ? അവരെല്ലാവരും എന്താ സംസാരിക്കുന്നേ? അതാ കാട്ടിലൊരു വലിയ കറുത്ത വണ്ടി. ആ വണ്ടിക്ക് മറ്റെന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്? കൂട്ടുകാർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. വണ്ടിക്ക് കണ്ണുകളുണ്ട്, കണ്ണാടികളുണ്ട്. പക്ഷേ അതിന് ടയറുകളുണ്ടോ? ടയറുകളില്ല. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? കാട്ടിലൊരു വണ്ടി, പോപ്പോം പോപ്പോം വണ്ടി, വലിയ വണ്ടി, വയറുള്ള വണ്ടി, കറുത്ത വണ്ടി, കണ്ണുള്ള വണ്ടി. അടുത്ത വരികൾ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? കാട്ടിലൊരു വണ്ടി, ടയറില്ലാത്ത വണ്ടി, പോപ്പോം പോപ്പോം വണ്ടി. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിക്കേ കൂട്ടുകാരെ. മൃഗങ്ങളെല്ലാവരും ചേർന്ന് ടയറില്ലാത്ത വണ്ടിയെ തള്ളിയും കെട്ടിവലിച്ചും കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിയുണ്ട് ഐലസ, പോപ്പോം വണ്ടി ഐലസ. ഇത് കണ്ടുകൊണ്ട് മരത്തിലിരുന്ന ഒരു കാക്കച്ചി എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ടയറില്ലാതെ വണ്ടി തള്ളുന്നേ, ഹ ഹ ഹ. താഴെ നിന്ന് ഉറുമ്പ് പറഞ്ഞു, കയർ കെട്ടി വലിച്ചോ. എങ്ങനെ? ഐലസ 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 ഐലസ. അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ, മൃഗങ്ങൾ ടയർ ഉരുട്ടിക്കൊണ്ടുവരുന്നത്? ടയർ ഉരുട്ട് ഐലസ, ഒത്തുപിടിച്ചോ ഐലസ, ഐലസമാല ഐലസ. വണ്ടി മുരുണ്ടു വണ്ടി ഉരുണ്ടു, തടുകുടു 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 തടുകുടു. പോം പോം പോം, വണ്ടിക്കെന്തൊരു ചേല്, വണ്ടിക്കെന്തൊരു സ്പീഡ്. കടകട കടകട കാളവണ്ടി, കിണി 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 സൈക്കിൾ വണ്ടി, പോപ്പോം പോപ്പോം മോട്ടോർ വണ്ടി, ചുക്കു 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 തീവണ്ടി, ഓടും വണ്ടി ഒഴുകും വണ്ടി, പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി. കടകട കടാന്ന് പോകുന്നത് ഏത് വണ്ടിയാണ്? കാളവണ്ടി. കിണി കിണി കിണിന്ന് പോകുന്നതോ? സൈക്കിൾ വണ്ടി. പോപ്പോം പോപ്പോന്നടിക്കുന്നത് ഏത് വണ്ടിയാണ്? മോട്ടോർ വണ്ടി. ചുക്കു 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 എന്ന് പോകുന്നത് ഏത് വണ്ടിയാണ് കൂട്ടുകാരെ? തീവണ്ടി. അപ്പോൾ വണ്ടികൾ എങ്ങനെയെല്ലാമാണുള്ളത്? ഓടും വണ്ടി, പായും വണ്ടി, പറക്കും വണ്ടി, ചീറും വണ്ടി, ചിറകുള്ള വണ്ടി. അടുത്തത് വാഹനങ്ങളെ തരംതിരിക്കാം. താഴെ 3 കോളം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും കരയിലൂടെ, വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ എഴുതണം. നമുക്ക് എഴുതി നോക്കിയാലോ? കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ. ഏതെല്ലാം വാഹനങ്ങൾ എഴുതി കൊടുക്കാം? ബസ്, കാർ, ലോറി, ബൈക്ക്, സൈക്കിൾ, ഓട്ടോറിക്ഷ. അടുത്ത കോളത്തിൽ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതെല്ലാമാണ്? തോണി, കപ്പൽ, വള്ളം, ബോട്ട്, പായ്ക്കപ്പൽ. അടുത്തത് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതെല്ലാമാണ്? കൂട്ടുകാർക്കറിയാമോ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. ഞാനും വാഹനവും. താഴെ 3 കോളം കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും ഞാൻ കണ്ടവ, കയറിയവ, കയറാത്തവ. അതിൽ ഞാൻ കണ്ടവ ഏതെല്ലാം വാഹനങ്ങളാണ് കൂട്ടുകാർ കണ്ടിട്ടുള്ളവ? അവ അവിടെ എഴുതണം. ഏതെല്ലാം എഴുതാം? ബസ്, കാർ, ലോറി, ഓട്ടോറിക്ഷ, സൈക്കിൾ. അടുത്ത കോളത്തിൽ കൂട്ടുകാർ കയറിയ വാഹനങ്ങൾ എഴുതണം. അവിടെ ഏതെല്ലാം എഴുതാം? ബസ്, കാർ, ഓട്ടോറിക്ഷ, സൈക്കിൾ, തോണി. അടുത്തത് കൂട്ടുകാർ കയറാത്തവ. അതേതെല്ലാം എഴുതാം? വിമാനം, തീവണ്ടി, ഹെലികോപ്റ്റർ, റോക്കറ്റ്. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ചിത്രം വരയ്ക്കാം. എനിക്കിഷ്ടപ്പെട്ട വാഹനം. താഴെയുള്ള കോളത്തിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വാഹനം വരച്ചോളൂ കേട്ടോ. ആ വാഹനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്കിവിടെ ഒരു സൈക്കിളിൻ്റെ ചിത്രം വരച്ചു കൊടുക്കാം. എഴുതി നോക്കിയാലോ? എനിക്കിഷ്ടപ്പെട്ട വാഹനം സൈക്കിളാണ്. ഇതൊരു ഇരുചക്ര വാഹനമാണ്. സൈക്കിളിന് ഇന്ധനം വേണ്ട. എവിടേക്ക് വേണമെങ്കിലും ചവിട്ടി പോകാം. നല്ല കാറ്റെല്ലാം കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകാൻ എന്ത് രസമാണെന്നോ.
ഞാൻ എൻ്റെ സൈക്കിൾ നന്നായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കഥ പറയാം, എഴുതാം. അവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ നോക്കിക്കേ കൂട്ടുകാരെ, മൃഗങ്ങളെല്ലാവരും ചേർന്ന് കാറുമായി ഒരു വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നീട് എന്തുണ്ടായി? കഥ എഴുതൂ. നമുക്കൊരു കഥ എഴുതി നോക്കിയാലോ? മൃഗങ്ങളെല്ലാവരും ചേർന്ന് കാറുമായി നാട്ടിലെത്തി. കാർ നന്നാക്കാൻ അവരൊരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചു. വർക്ക്ഷോപ്പിലെ ജോലിക്കാരോട് അവർ പറഞ്ഞു, ഈ വാഹനം അഴിച്ചു പണിത് ഒരു വിമാനം ഉണ്ടാക്കി തരണം. അവർ അത് സമ്മതിച്ചു. വർക്ക്ഷോപ്പിലെ പണിക്കാർ ടയറുകളില്ലാത്ത വാഹനത്തെ മുഴുവൻ പൊളിച്ച് അവർ ഒരു പുതിയ വിമാനം നിർമ്മിച്ചു. അതിന് ചിറകുകൾ വെച്ചുകൊടുത്തു, ജനാലകൾ വെച്ചുകൊടുത്തു, ഭംഗിയായി കളറും കൊടുത്തു. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു വിമാനമാക്കി തീർത്തു. പിറ്റേന്ന് വന്ന മൃഗങ്ങൾ അവിടെ കണ്ട വിമാനം കണ്ട് വളരെ സന്തോഷിച്ചു. അവർ എല്ലാവരും അതിൽ കയറി ഒരു യാത്ര പോയി. അടുത്ത ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ, മൃഗങ്ങളെല്ലാവരും വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്? അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? എഴുതൂ. താഴെ ആ ചിത്രത്തിൽ കണ്ടോ കൂട്ടുകാരെ, കുട്ടികൾ പട്ടം പറത്തുന്നു, നെൽപ്പാടമുണ്ട്, ഒരു കുട്ടി തോണി തുഴയുന്നു, മലകൾ കാണാം, നെൽപ്പാടം കാണാം. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ എഴുതി കൊടുക്കാം? മരങ്ങൾ, മലകൾ, നെൽപ്പാടം, വീടുകൾ, നദികൾ, പുഴകൾ, പട്ടണങ്ങൾ, വാഹനങ്ങൾ, കുട്ടികൾ, തോണി. കണ്ടെത്താം, എഴുതാം, വരയ്ക്കാം. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. പാളത്തിലൂടെ ചൂളമടിച്ച് ചീറി വരുന്ന വണ്ടി ഏതാണ്? തീവണ്ടി. നമുക്കവിടെ തീവണ്ടി എന്ന് എഴുതി കൊടുക്കാം. അടുത്തത്, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും. എന്താണ് ഉത്തരം? സൈക്കിൾ. കൂട്ടുകാർ സൈക്കിൾ ചവിട്ടി നോക്കിയിട്ടുണ്ടോ? വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലാണോ പായുന്നത്? ഇനി ശ്രദ്ധിച്ചു നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, വലിയ വണ്ടിയാണ്, ഏറെ സീറ്റുകളുണ്ട്, ഏറെ യാത്രക്കാർക്ക് കയറാം, ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട്. കൂട്ടുകാർക്ക് ഈ വാഹനത്തെ അറിയാമോ? കൂട്ടുകാർ അമ്മയോടൊപ്പം ഈ വാഹനത്തിൽ കയറിയിട്ടുണ്ടാകും. ഈ വാഹനത്തിൽ കയറുമ്പോൾ ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ടാവും. അതിൽ ഏറെ യാത്രക്കാരും ഉണ്ടാകും. ഏതാണ് ആ വാഹനം? ബസ്. നമുക്കവിടെ ബസ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത്, എൻ്റെ വക. അവിടെ എന്തെഴുതി കൊടുക്കാം? പെട്രോൾ വേണ്ട, ചക്രം വേണ്ട, മിണ്ടാതോടും വെള്ളത്തിൽ, വെള്ളത്തിലാണ് എൻ്റെ യാത്ര. ആരാണ്? തോണി. കൂട്ടുകാർ തോണിയിൽ കയറിയിട്ടുണ്ടോ? വെള്ളത്തിലൂടെയല്ലേ അത് പോകുന്നത്. അടുത്തത്, ഞങ്ങൾ ആരൊക്കെ? എഞ്ചിനുമില്ല, പുകയുമില്ല, പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. ഇത് ഏതെല്ലാം വാഹനമാണ്? കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ, തോണി, ഉന്തുവണ്ടി. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്